ആദ്യം തന്നെ. ആമേൻ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രി സമയത്തിനായി നന്ദി പറയുന്നു. നിന്റെ മക്കളാകുന്ന ഞങ്ങളെ ദൈവമേ ഒരു ദിവസം കൂടെ നീ ഇവിടുന്ന് പോറ്റിപ്പുലർത്തിയ കൃപകൾക്കായി നന്ദി പറയുന്നു. സംഭവബഹുലമായ ലോകത്തിൽ ഒരു ദിവസം കൂടെ പിന്നിടുവാൻ ഞങ്ങൾക്ക് കൃപ തന്നല്ലോ, അതിനായി നന്ദി. തിരുസന്നിധിയിൽ നിന്റെ വചനം പഠിക്കുവാൻ വേണ്ടി ഉത്സാഹത്തോടെ കടന്നു വന്നിരിക്കുന്ന ഞങ്ങളോട് നീ സംസാരിക്കണമേ. വേദപുസ്തക കഥാപാത്രങ്ങളിലൂടെ ഞങ്ങളുടെ ജീവിതത്തെയും ചേർത്ത് വെച്ച് പഠിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുവാൻ, വിലയേറിയതിനെ നിനക്ക് നൽകുവാൻ, ഞങ്ങളുടെ സമർപ്പണം ഒന്നുകൂടെ പുതുക്കുവാൻ ഞങ്ങൾക്ക് തരുന്ന ഈ രാത്രിയിലെ ശാന്ത നിമിഷങ്ങൾക്കായി നന്ദി പറയുന്നു. വചനം വിഭാഗിച്ച് തരുവാൻ പ്രിയ അച്ഛനെ ബലപ്പെടുത്തണം, ശുശ്രൂഷകളെ മാനിക്കണം. ഞങ്ങളുടെ ഇടവകയെ ഒന്നടങ്കം തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നിന്റെ സാന്നിധ്യം കൂടിയിരിക്കണമേ. ഞായറാഴ്ച നടക്കുന്ന സർവീസിനെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തിരുമേനിക്കായ സ്തോത്രം. വളരെ ക്ഷേമത്തോടെ ദൈവമേ തിരുമേനിക്ക് കടന്നു വരുവാൻ നീ അവിടുന്ന് അവസരം കൊടുത്തല്ലോ, അതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ ഒരുമിച്ചുള്ള ധ്യാനം, ഒരുമിച്ചുള്ള വായനകൾ, ഒരുമിച്ചുള്ള ഗീതങ്ങൾ, ഒരുമിച്ചുള്ള ധ്യാനങ്ങളൊക്കെ തിരുസന്നിധിയിൽ നൽധൂപമായി സ്വീകരിക്കപ്പെടണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിൽ എന്തുള്ളൂ എന്ന ഒരു പഴയ പാട്ട് നമുക്ക് പാടാം. ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിൽ എന്തുള്ളൂ, ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിൽ എന്തുള്ളൂ. കഷ്ടവും നഷ്ടവും നേരിടും നേരം, കഷ്ടവും നഷ്ടവും നേരിടും നേരം, അവ സന്തോഷമായി സഹിച്ചിടാൻ ശക്തി നൽകുന്നേ, അവ സന്തോഷമായി സഹിച്ചിടാൻ ശക്തി നൽകുന്നേ. ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിൽ എന്തുള്ളൂ, ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിൽ എന്തുള്ളൂ. പരിഹാസം ചൊല്ലി ശത്രു നേർക്കു വരുമ്പോൾ, പരിഹാസം ചൊല്ലി ശത്രു നേർക്കു വരുമ്പോൾ, ദൈവസ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്നേ, ദൈവസ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്നേ. ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിൽ എന്തുള്ളൂ, ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിൽ എന്തുള്ളൂ. കൂട്ടുകാരിൽ താരമായി തന്നെ പോറ്റുന്ന, കൂട്ടുകാരിൽ താരമായി തന്നെ പോറ്റുന്ന, നല്ല പെറ്റമ്മയിൽ അൻപേറുന്ന യേശു പോരായോ, നല്ല പെറ്റമ്മയിൽ അൻപേറുന്ന യേശു പോരായോ. ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിൽ എന്തുള്ളൂ, ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിൽ എന്തുള്ളൂ. മാനത്ത വാഗ്ദത്തം തന്ന കർത്താവേ, മാനത്ത വാഗ്ദത്തം തന്ന കർത്താവേ, അതിലാശ്രയിച്ചു പാരിടത്തിൽ കൂടെ വാഴുന്ന, അതിലാശ്രയിച്ചു പാരിടത്തിൽ കൂടെ വാഴുന്ന, ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിൽ എന്തുള്ളൂ, ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിൽ എന്തുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം, ബുക്ക് ഓഫ് ജനസിസ്, ചാപ്റ്റർ 16. അബ്രാമിന്റെ ഭാര്യയായ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല. എന്നാൽ അവൾക്ക് ഹാഗാർ എന്നു പേരുള്ള ഒരു മിസ്രയീമ്യ ദാസി ഉണ്ടായിരുന്നു. സാറായി അബ്രാമിനോട്, ഞാൻ പ്രസവിക്കാതിരിപ്പാൻ യഹോവ എന്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ, എന്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷേ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കും എന്ന് പറഞ്ഞു. അബ്രാം സാറായിയുടെ വാക്ക് അനുസരിച്ചു.
അബ്രാം കനാൻ ദേശത്ത് പാർത്ത് 10 സംവത്സരം കഴിഞ്ഞപ്പോൾ അബ്രാമിന്റെ ഭാര്യയായ സാറായി മിസ്രൈമ്യ ദാസിയായ ഹാഗാറിനെ തന്റെ ഭർത്താവായ അബ്രാമിന് ഭാര്യയായി കൊടുത്തു. അവൻ ഹാഗാറിന്റെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിച്ചു. താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ യജമാനത്തി അവളുടെ കണ്ണിന് നിന്ദിതയായി. അപ്പോൾ സാറായി അബ്രാമിനോട്, എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദി. ഞാൻ എന്റെ ദാസിയെ നിന്റെ മാർവിടത്തിൽ തന്നു. എന്നാൽ താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ ഞാൻ അവളുടെ കണ്ണിന് നിന്ദിതയായി. യഹോവ എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു. അബ്രാം സാറായിയോട്, നിന്റെ ദാസി നിന്റെ കയ്യിൽ ഇരിക്കുന്നു, ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവൾ അവളെ വിട്ട് ഓടിപ്പോയി. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിന്റെ അരികെ, ശൂരിന് പോകുന്ന വഴിയിലെ നീരുറവിന്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. സാറായിയുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. അതിന് അവൾ, ഞാൻ എന്റെ യജമാനത്തി സാറായിയെ വിട്ട് ഓടിപ്പോവുകയാകുന്നു എന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ അവളോട്, നിന്റെ യജമാനത്തിന്റെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്ക എന്ന് കൽപ്പിച്ചു. യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട്, ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായിരിക്കും. നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും. യഹോവ നിന്റെ സങ്കടം കേൾക്കൊണ്ട് അവന് ഇശ്മായേൽ എന്ന് പേർ വിളിക്കണം. അവൻ കാട്ടുകഴുതയെ പോലെയുള്ള മനുഷ്യനായിരിക്കും. അവന്റെ കൈ എല്ലാവർക്കും വിരോധമായും എല്ലാവരുടെയും കൈ അവന് വിരോധമായും ഇരിക്കും. അവൻ തന്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കും എന്ന് അരുളി ചെയ്തു. എന്നാറെ അവൾ, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞ് തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക്, ദൈവമേ, നീ എന്നെ കാണുന്നു എന്ന് പാർ വിളിച്ചു. അതുകൊണ്ട് ആ കിണറിന് ബേർലഹി റോയി എന്ന് പേരായി. അത് കാദേശിനും ബേരദിനും മധ്യേ ഇരിക്കുന്നു. പിന്നെ ഹാഗാർ അബ്രാമിന് ഒരു മകനെ പ്രസവിച്ചു. ഹാഗാർ പ്രസവിച്ച തന്റെ മകന് അബ്രാം ഇസ്മായേൽ എന്ന് പേരിട്ടു. ഹാഗാർ അബ്രാമിന് ഇസ്മായേലിനെ പ്രസവിച്ചപ്പോൾ അബ്രാമിന് 86 വയസ്സായിരുന്നു. ഈ 16-ാം അധ്യായത്തിൽ നിന്നുള്ള നമ്മുടെ പഠനത്തിന്റെ തലക്കെട്ട്, ഡു നോട്ട് മിസ് ഗോഡ്സ് ബെസ്റ്റ്. ദൈവത്തിന്റെ ഏറ്റവും മികച്ചത് നഷ്ടമാക്കരുത്. ദൈവത്തിന്റെ ഏറ്റവും മികച്ചത് നഷ്ടപ്പെടുത്തരുത്, അല്ലെങ്കിൽ നഷ്ടമാക്കരുത്. ഡു നോട്ട് മിസ് ഗോഡ്സ് ബെസ്റ്റ്. Someone has said, when God bolts the door, don't try to get in through the window. ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ദൈവം കതകിന് അകത്ത് നിന്ന് കുറ്റിയിടുമ്പോൾ, അടയ്ക്കുമ്പോൾ ജനലിൽ കൂടി കയറി വരാനായിട്ട് ശ്രമിക്കരുത്. God had not yet opened the door for Abram and Sarai to have a son, and they chose to climb through the window to get a son their way. അബ്രഹാമിനും സാറയ്ക്കും ഒരു മകനെ നൽകുവാൻ ദൈവം ഇതുവരെയും കതക് തുറന്നു കൊടുത്തിരുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള വഴി ഒരുക്കിയിരുന്നില്ല. അപ്പോൾ അബ്രഹാമും സാറായും കൂടെ ദൈവം വാതിലടച്ചപ്പോൾ ജനലിൽ കൂടി കയറാനായിട്ട് ശ്രമിക്കുന്നതാണ് ഇന്നത്തെ 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. സോ ദേ മിസ്ഡ് ഗോഡ്സ് ബെസ്റ്റ് ഇൻ ദെയർ ലൈഫ്സ്. അതുകൊണ്ട് ദൈവത്തിന്റെ ഏറ്റവും നല്ലത് ദൈവം അവർക്ക് കൊടുക്കാൻ വെച്ചിരുന്നത് അവർ നഷ്ടമാക്കി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. We all know that this passage is about. Sarai and Abram tried to help God
give them a son by having Abraham take Sarai's maid servant Hagar as his wife. ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം നമുക്ക് അറിവുള്ളതാണ്. സാറയുടെ ഉപദേശം അനുസരിച്ച് ദൈവത്തിന്റെ വാഗ്ദത്തത്തെ ഷോർട്ട് കട്ടിലൂടെ കടക്കാൻ വേണ്ടി, കുറുക്കുവഴിയിലൂടെ കടക്കാൻ വേണ്ടി അബ്രാം സാറായുടെ ദാസിയായ ഹാഗാറിന്റെ അടുക്കൽ ചെല്ലുന്നതാണ് ഈ അധ്യായത്തിലെ പരാമർശന വിഷയം. Of course, this was never God's will for their lives. But as with us, this did not stop them from heading into it anyway. ഒരിക്കലും ഇതായിരുന്നില്ല ദൈവത്തിന് അബ്രാമിനെ കുറിച്ചും സാറയെ കുറിച്ചും ഉള്ള ഉദ്ദേശം. എന്നാൽ നമ്മിൽ പലരെ പോലെ ഇവര് ദൈവ ഉദ്ദേശത്തിന് വിരുദ്ധമായി ഓടി തലകീഴായി മറിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. Their decision brought with it far-reaching consequences for them and for our world today. ഈ തീരുമാനം അബ്രാമിനും സാറയ്ക്കും മാത്രമല്ല, ലോകത്തിന് മുഴുവനും ഒരു വലിയ ദുരന്തമായി ഭവിച്ചുവെന്ന് ചരിത്രം നമ്മളെ ഇപ്പോഴും ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. It is amazing the depths to which God's own people can sink. ദൈവത്തിന്റെ സ്വന്തം ആളുകൾക്ക് പോലും എത്ര താഴ്ന്ന നിലയിലേക്ക് അധപ്പതിക്കാമെന്നുള്ളതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് അബ്രാമും സാറയും 16-ാം അധ്യായത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത്. Here is Abram, a man who is following God by faith. വിശ്വാസത്താൽ എല്ലാം വിട്ട് ഇറങ്ങിത്തിരിച്ച അബ്രാം. He has believed God enough to leave his homeland and his family behind. ദൈവത്തെ ആവശ്യത്തിലധികം വിശ്വസിച്ചവന്റെ പേരാണ് അബ്രാം. അതുകൊണ്ടാണ് അവൻ സ്വന്തം ഭവനവും സ്വന്തം ദേശവും പ്രിയപ്പെട്ടവരെയും വിട്ട് ദൈവം പറഞ്ഞതനുസരിച്ച് ഇറങ്ങി. Yet for all his faith and his good deeds, Abraham is still a human. എത്ര വിശ്വാസം ഉണ്ടായിരുന്ന ആളാണെങ്കിലും, എത്ര നല്ല പ്രവൃത്തികൾ ചെയ്ത ആളാണെങ്കിലും അബ്രാം ആരാണ്? അബ്രാം ഒരു മനുഷ്യനാണ്. He is a human. He is still made of sinful flesh, and there is still within him a pull towards the world and all its allurements. മാനുഷികമായ സ്വഭാവങ്ങളുള്ള ഒരാളായതുകൊണ്ട് എല്ലാ സമയത്തും അബ്രാമിന്റെ ഉള്ളിൽ ലോകത്തോടും ലോകത്തിന്റെ സൗകര്യങ്ങളോടും ലോകത്തിന്റെ ഉപദേശങ്ങളോടുമുള്ള ഒരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അബ്രാം ഈ കുഴപ്പത്തിൽ ചെന്ന് ചാടി. 3 ഭാഗങ്ങളായിട്ടാണ് ഇന്ന് നമ്മുടെ പഠനം. ഒന്നാമത്തെ ഭാഗം, the reasons for the trouble with Hagar. അബ്രാമിന്റെയും സാറയുടെയും ഹാഗാറിനോടുള്ള പ്രശ്നങ്ങളുടെ കാരണങ്ങൾ എന്താണ്? 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, വേഴ്സസ് 1 to 4. While all the reasons behind this fiasco means a complete failure, സമ്പൂർണ്ണ പരാജയം, are far too many to mention. There are reasons that warrant mention this evening. പല കാരണങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട 4-5 കാരണങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിരത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്,
the acceptance they were desiring. അബ്രാമും സാറയും അംഗീകാരത്തിന് വേണ്ടി ആഗ്രഹിച്ചതാണ് ഈ പ്രശ്നങ്ങളുടെ മൂല കാരണം. അംഗീകാരത്തിനായുള്ള അബ്രാമിന്റെയും സാറയുടെയും ആഗ്രഹം. The acceptance they were desiring. Acceptance of the society in which they lived. അവർ ജീവിച്ച സമൂഹത്തിന്റെ അംഗീകാരം, അവരുടെ അയൽക്കാരുടെ അംഗീകാരം, അവരുടെ പ്രിയപ്പെട്ടവരുടെ അംഗീകാരം, അതിന്റെ പുറകെ പോയതാണ് ഇവർക്ക് പറ്റിയ ഒന്നാമത്തെ അപകടം. In that society, it was considered a disgrace for a couple to be childless. കുഞ്ഞുങ്ങളില്ലാതെ ഇരിക്കുന്ന ദമ്പതികൾ അവരൊരു ശാപമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമായിരുന്നു ഇവരുടെ ചുറ്റും ഉണ്ടായിരുന്നു. In Abraham's day, regardless of the reasons behind, if a couple had no children, they were mocked, looked down, and largely were not accepted in society. അബ്രഹാമിന്റെ കാലത്ത് മക്കളില്ലാത്തവരെ സമൂഹം കളിയാക്കുമായിരുന്നു. അവരെ വളരെ മോശപ്പെട്ട നിലയിൽ താഴ്ത്തിക്കെട്ടി കാണുമായിരുന്നു. അത് മാത്രമല്ല, they were not accepted in society. സമൂഹത്തിൽ അംഗീകാരമേ ഇല്ലാത്ത ഒരു കൂട്ടരായിരുന്നു ഇവർ. This was a society that also thought nothing of multiple marriages. If a man like Abraham were to take Hagar as a concubine or secondary wife, no one around them would think a thing of it. അവർ ജീവിച്ചിരുന്ന കാലത്ത് ഒന്നിലധികം ഭാര്യമാരുള്ളത് ഒരു കുഴപ്പമേ അല്ലായിരുന്നു. ഒരു വെപ്പാട്ടിയെ വെച്ചുകൊള്ളുന്നതോ രണ്ടാമതൊരു ഭാര്യയെ കൂടെ സ്വീകരിക്കുന്നതോ ഒന്നും ആ കാലഘട്ടത്തിൽ ഒരു നാണക്കേടേ അല്ലായിരുന്നു. അങ്ങനെ അബ്രാം ചെയ്താൽ ആരും ഒന്നും ഈ വിഷയത്തെക്കുറിച്ച് പറയത്തില്ല. അതൊരു കോമൺ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള നാട്ടുനടപ്പുള്ള ഒരു സംഗതി ആയിരുന്നു. In this way, Sarai could get the child she desired and be accepted in the community. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ആരും ഒന്നും പറയത്തില്ല, സമൂഹത്തിൽ അംഗീകാരം കിട്ടുകയും ചെയ്യും. ഇതായിരുന്നു ഇവരുടെ മുൻപിലുള്ള പ്രലോഭനം. God's children are often guilty of lowering their standards to those of the community around them in order to fit in better. ഇത് അബ്രാമിന്റെയും സാറയുടെയും മാത്രം പ്രശ്നമല്ല, നമ്മുടെയും പ്രശ്നമാണ്. സമൂഹത്തിൽ കുഴപ്പമില്ലാത്തത്, സമൂഹത്തിൽ ആളുകൾ മോശമല്ല എന്ന് കരുതുന്നത് ചെയ്താൽ എന്താണ് കുഴപ്പം? ഇത് ഇന്ന് ജീവിക്കുന്ന നമ്മുടെ മനസ്സിലും ഉള്ള ചോദ്യങ്ങളാണ്. മാത്രമല്ല, ഇതൊക്കെ ചെയ്താൽ സമൂഹത്തിൽ അല്പം അംഗീകാരം കൂടി കിട്ടും എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ പോലും അവരുടെ സ്റ്റാൻഡേർഡ്സ്, അവരുടെ നിലവാരം കുറയ്ക്കുന്നതിന് മടിക്കുകയില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. But remember, it is better to please God and be rejected by the society than it is to please society and be rejected by God.
ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സമൂഹത്തെ സംതൃപ്തിപ്പെടുത്തി ദൈവത്തെ നഷ്ടപ്പെടുത്താതെ, സമൂഹത്തിന്റെ സംതൃപ്തി, അവരുടെ അംഗീകാരം വേണ്ടെന്ന് വെച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്തുകയാണ് എനിക്കും നിങ്ങൾക്കും അബ്രഹാമിനും സാറായിക്കും കരണീയമായിട്ട് ഉള്ളത്. There must be a clear line of demarcation between the people of God and the world around them. There must be a clear line of demarcation between the people of God and the world around them. ദൈവ മക്കളും അവർ ജീവിക്കുന്ന ലോകവും തമ്മിൽ ഒരു കൃത്യമായ വേർതിരിവിന്റെ വര, ലൈൻ ഉണ്ടായിരിക്കും. But Abraham and Sarai terribly failed in this. അവർ രണ്ടുപേരും ഈ കാര്യത്തിൽ വളരെ പരാജയമായി. Unfortunately, many believers, many churches are falling into this same trap today. ഇന്ന് പല അഭിഷിക്തരും, പല വിശ്വാസികളും, പല സഭകളും ഈ പ്രശ്നത്തിൽ, ഈ കുരുക്കിൽ പെട്ട് പോകുന്നുണ്ട് എന്നുള്ളത് ഒരു സങ്കടമാണ്. അതുകൊണ്ട് ഒന്നാമത്തെ കാരണം എന്താണ്? അവരുടെ ജീവിതത്തിൽ the acceptance they were desiring. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ, ഈ ലോകത്തിൽ വലിയ അംഗീകാരം ഒന്നും കിട്ടിയില്ലെങ്കിലും ലോകത്തിന്റെ പുറകെ പോകരുത്. Please don't lower our standards. ഇവിടെ നിലവാരം കുറച്ചു കളയും. രണ്ട്, the baggage they were dragging. അബ്രഹാമും സാറായും വലിച്ചോണ്ട് വന്ന ഒരു ഭാണ്ഡക്കെട്ട്, അതെന്തുവാ? The Bible tells us that Hagar was an Egyptian. വേദോസ്തവം പറയുന്നത് ഹാഗാർ ആരായിരുന്നു? ഈജിപ്തുകാരിയായി. She is part of the possessions that Abraham brought back with him from the sinful journey into Egypt. നമ്മൾ നേരത്തെ അത് പഠിച്ചതാണ്. Abraham's sinful journey into Egypt. അബ്രഹാമിന്റെ പാപപങ്കിലമായ ഈജിപ്തിലേക്കുള്ള യാത്രയിൽ നിന്ന് അവൻ നേടിയതിൽ ഒരു വസ്തുവാണ്, ഒരു വ്യക്തിയാണ് ഹാഗാർ. Had he never journeyed to that country, there would have been no Hagar to marry. ഇവൻ ഈജിപ്തിലേക്ക് പോയില്ലായിരുന്നെങ്കിൽ ഹാഗാർ എന്നൊരു സ്ത്രീ അവന്റെ ജീവിതത്തിൽ ഒരിക്കലും വരികയില്ലായിരുന്നു. He is still reaping the harvest he sowed in Egypt. പാപപങ്കിലമായ അവന്റെ ഈജിപ്തിലേക്കുള്ള യാത്രയിൽ അവൻ വിതച്ച പാപത്തിന്റെ വിത്താണ് അബ്രഹാം ഇപ്പോൾ കൊയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. My dear friends in Christ, നമ്മളും ഇതുപോലെയുള്ള വല്ല ഭാണ്ഡക്കെട്ടും ചുമന്നുകൊണ്ടാണോ നടക്കുന്നത്? Remember, you never go into sin and come out clean. You never go into sin and come out clean. പാപത്തിലേക്ക് പോയിട്ട് പാപമില്ലാതെ തിരിച്ചു വരാനൊക്കെ there is always some reminder, some evidence that you were there.
ഞാനും നിങ്ങളും ദൈവഹിതമല്ലാത്ത യാത്രകളൊക്കെ നടത്തിയാൽ, ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ, എന്നിലും നിങ്ങളിലും ചില അടയാളങ്ങളൊക്കെ അവശേഷിക്കും. അതുകൊണ്ടാ പറഞ്ഞത്, പാപത്തിൽ മുങ്ങിയിട്ട് പാപമില്ലാതെ കരകയറാൻ ആർക്കും സാധിക്കില്ല. That is the law of sowing and reaping. വിതയ്ക്കുന്നതിന്റെയും കൊയ്യുന്നതിന്റെയും കഥ അതാണ്, നിയമം അതാണ്. മൂന്നാമതായി, the promises they were doubting. അബ്രാമും സാറായും സംശയിച്ച ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ. Genesis 15:1-6 tells the story of God's great promise to Abraham. അബ്രാമിനോടുള്ള ദൈവത്തിന്റെ വലിയ വാഗ്ദത്തം വിശദീകരിച്ചിരിക്കുന്നത് 15-ാം അധ്യായത്തിന്റെ 1-6 വരെയുള്ള വാക്യങ്ങളിലാണ്. When the promise was given, Abraham reacted in faith. But as time has gone by, Abraham has begun to doubt. വാഗ്ദത്തം കിട്ടിയപ്പോൾ അബ്രാം വിശ്വസിച്ചു. എന്നാൽ നാളുകൾ മുമ്പോട്ട് പോയപ്പോൾ അബ്രാമിന് വാഗ്ദത്തങ്ങളിൽ ഒരു ചെറിയ അവിശ്വാസം ഉണ്ടായി. He, along with Sarai, decides that God needs help in fulfilling his promises. കാലം കടന്നു പോയപ്പോൾ അബ്രാമിനും സാറായിക്കും ഒരു സംശയം. എന്താ സംശയം? ദൈവം വാഗ്ദത്തം ചെയ്തെങ്കിലും അത് പൂർത്തീകരിക്കാൻ നമ്മുടെ ഒരു ചെറിയ സഹായം കൂടെ വേണ്ടി വന്നേക്കാം. അതാണ് അവരുടെ സംശയം. After all, God only said that Abraham would father a son. He didn't say by whom he would father a son. നീ ഇച്ചിരൂടെ കടന്ന് ചിന്തിച്ചാൽ ദൈവം എന്തേ പറഞ്ഞിട്ടുള്ളൂ? അബ്രാമിന് മക്കൾ ഉണ്ടാകുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അബ്രാമിന് ആരിൽ മക്കൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. They started doubting. Doubt towards the word and promises of the Lord accounts for more of our troubles than anything other single thing. ദൈവത്തെ അവിശ്വസിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ മറ്റു പല പോരായ്മകളെക്കാളും ഭയാനകം എന്ന് നമ്മൾ അറിയുന്നത് വളരെ നല്ലതാണ്. We can read what he has promised us, but when the promise isn't fulfilled immediately, we begin to doubt and try to find way to make it happen ourselves. വാഗ്ദത്തങ്ങളൊക്കെ വായിക്കാൻ സന്തോഷമാണ്. എന്നാൽ നമ്മൾ വിചാരിക്കുമ്പോൾ വാഗ്ദത്തം പൂർത്തിയായില്ലെങ്കിൽ നമ്മൾ കുറുക്കു വഴികൾ തേടാൻ ശ്രമിക്കാറുണ്ടോ? അബ്രാമിനെയും സാറയെയും പോലെ. Remember, God always keeps his word. ദൈവം എപ്പോഴും അവന്റെ വാക്ക് പാലിക്കുന്നവനാണ്. God is a God of order, and that he doesn't run on our schedule. ദൈവം വാക്ക് പാലിക്കും. എന്നാൽ നാം ഓർക്കേണ്ട ഒരു കാര്യം, he doesn't run on our schedule. നമ്മളുടെ ക്രമമനുസരിച്ച്, നമ്മളുടെ സമയപട്ടിക അനുസരിച്ചല്ല ദൈവം പ്രവർത്തിക്കും. World needed a savior for 4,000 years before Jesus' birth. കർത്താവിന്റെ ജനനത്തിന്
4000 വർഷങ്ങൾ മുമ്പ് തൊട്ട് ഒരു രക്ഷകന് വേണ്ടി ജനം ആഗ്രഹിക്കുകയാണ്. But God sent his son in the fullness of time. എന്നാൽ ദൈവം എപ്പോഴാ തന്റെ പുത്രനെ അയച്ചത്? കാലത്തിന്റെ സമ്പൂർണതയിൽ. In the fullness of time. God doesn't run on our schedule. And God doesn't need our help to accomplish his will. God doesn't need our help to accomplish his will. ദൈവത്തിന്റെ ഇച്ഛ നടപ്പിലാക്കാൻ അവന് നമ്മുടെ സഹായം ആവശ്യമില്ല. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും അബ്രാമിനെയും സാറയെയും പോലെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ സംശയിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, God always keeps his word. But God doesn't run on our schedule. And God doesn't need our help to accomplish this will. അബ്രാമും സാറായും വിചാരിച്ചു, ഇനി ദൈവത്തിന് നമ്മുടെ ഒരു ഹെൽപ്പ് വേണം. ദൈവത്തെ ഹെൽപ്പ് ചെയ്യാനാണ് സാറായി അബ്രാമിനോട് പറഞ്ഞത് ഹാഗാറിന്റെ അടുക്കൽ ചെല്ലാനായി. Fourth reason. Abram and Sarai followed human reasoning. അബ്രാമും സാറായും അനുസരിച്ചത്, പിന്തുടർന്നത് മാനുഷിക യുക്തിയാണ്. റീസണിങ് എന്ന് പറഞ്ഞാൽ മാനുഷിക യുക്തി. From a rational point of view, Sarai knew that her chances of having a son were slim. മാനുഷികമായി ചിന്തിച്ചപ്പോൾ സാറായിക്ക് തോന്നി, ഇനിയും എന്നിലൂടെ ഒരു കുഞ്ഞുണ്ടാകുന്നത് highly or next to impossible. She reasoned, since polygamy was an accepted practice among the surrounding heathen, that she could help God fulfill his promise by giving her handmaid to Abram as a second wife. അബ്രാം സാറായുടെ യുക്തി, മാനുഷിക യുക്തി വെച്ച് അവൾ കണ്ടുപിടിക്കുകയാണ്, എന്താണ്, ഇനിയും എന്നിലൂടെ ഒരു കുഞ്ഞ് വരിക സാധ്യം. അതുകൊണ്ട് എന്റെ വേലക്കാരിയായ ഹാഗാറിന്റെ അടുക്കൽ പോകാൻ അബ്രാമിനെ പ്രേരിപ്പിക്കാം. അതുവഴി ദൈവത്തിന് ഒരു ചെറിയ സഹായം കൂടെ ചെയ്തു കൊടുക്കാം. ഇനി അല്ലെങ്കിൽ ദൈവം തോറ്റുപോയെങ്കിലോ, ദൈവം പറഞ്ഞ വാക്ക് പാലിക്കാൻ ദൈവം തോറ്റുപോയെങ്കിലോ. അതാണ് സാറായുടെ റീസണിങ്. അബ്രാം hearkened unto her. അതിന് പരുവത്തിന് അബ്രാമും കൂടെ നിന്നു കൊടുത്തു. He followed the sinful human reasoning. പാപഭംഗിലമായ മനുഷ്യന്റെ യുക്തിക്ക് സാറായുടെ പാപഭംഗിലമായ ഉപദേശത്തിന് അബ്രാം വഴങ്ങിക്കൊടുത്തു. It is dangerous to think we know better than God. Let me repeat. It is dangerous to think we know better than God. ദൈവത്തെക്കാൾ നന്നായി എനിക്ക് കാര്യങ്ങൾ അറിയാം എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അത് വളരെ അപകടകരമാണ്. That kind of thinking may be rational
അങ്ങനെയുള്ള ചിന്ത ഒരുപക്ഷെ യുക്തിസഹമായിരിക്കും. But it is not biblical. എന്നാൽ അതൊരിക്കലും വേദപുസ്തക അനുസരണം അല്ല. If we base our decisions on reason, many times we will miss God's best for our lives. God's way is always right and best. നമ്മൾ നമ്മുടെ യുക്തിയിൽ ആശ്രയിച്ചാൽ ദൈവത്തിന്റെ നല്ലത് നമുക്ക് നഷ്ടപ്പെടും. അഞ്ചാമതായി കാരണം their impatience. Impatience എന്ന് പറഞ്ഞാൽ ക്ഷമയില്ലായ്മ, അക്ഷമ എന്നാണ്. ക്ഷമയുടെ ഓപ്പോസിറ്റ് ആണ് impatience. Abraham and Sarai became impatient with God. ദൈവത്തോട് അവർ അക്ഷമരായി. If we are not careful, we will get impatient with God as well. നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിലുണ്ടല്ലോ, അബ്രാമിനെ പോലെയും സാറയെ പോലെയും നമ്മളും ദൈവത്തോട് അക്ഷമരായി തീരാൻ സാധ്യതയുണ്ട്. We will jump ahead God. We will jump ahead of God's best for our lives and end up in a mess. നമ്മളും ചിലപ്പോ ദൈവത്തിന്റെ മുമ്പിൽ കയറി ഓടാൻ ശ്രമിച്ച് വലിയ അപകടത്തിൽ ചെന്നുപെടാൻ സാധ്യതയുണ്ട്. എന്നാൽ യെശയ്യാ പ്രവാചകൻ നമ്മെ ഓർപ്പിക്കുന്നു, ഐസയ 40:31. But they that wait upon the Lord shall renew their strength. They shall walk and not faint. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ ക്ഷീണിച്ചു പോകാതെ ഓടുകയും തളർന്നു പോകാതെ നടക്കുകയും ചെയ്യും. ചുക്ക് സ്വിൻഡൽ എന്ന ഒരു എഴുത്തുകാരൻ he wisely said, വളരെ ബുദ്ധിപരമായ ഒരു കാര്യം പറഞ്ഞു. True patience is waiting without worrying. True patience is waiting without worrying. യഥാർത്ഥ ക്ഷമ എന്ന് പറയുന്നത് ആകുല ചിന്തകളില്ലാതെ കാത്തിരിക്കുന്നത്. They failed here also. The impatience of Abraham and Sarai. Next, Abraham and Sarai failed to pray before acting. They failed to pray before acting. Prayerlessness in the life of Abraham. We find no mention of either of them asking God for wisdom about this decision. ഈ രണ്ടുപേരിൽ ആരും തന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ദൈവത്തോടൊരു ആലോചന ചോദിക്കുന്നതായി അവിടെ എഴുതിയിട്ടില്ല. Prayerlessness will cause us to miss God's best. Prayerlessness will cause us to miss God's best. പ്രാർത്ഥനയില്ലാതെയുള്ള പ്രവർത്തനങ്ങൾ, പ്രാർത്ഥനയില്ലാതെയുള്ള തീരുമാനങ്ങൾ നമ്മെയും ഫലമില്ലായ്മയിലേക്ക് നയിക്കുമെന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിന്റെ ഏറ്റവും നല്ലത് അവൻ നമുക്ക് തരാൻ വെച്ചിരിക്കുകയാണ്. പക്ഷേ എന്റെയും നിങ്ങളുടെയും എടുത്തുചാട്ടം,
പ്രാർത്ഥിച്ചാലോചിച്ച് ചെയ്യാനുള്ള ഒരു വിമുഖത നമുക്കത് നഷ്ടപ്പെടുത്തും എന്നുള്ളത് നാം ഓർമ്മിക്കുക. We must pray and continue to pray until we are sure that we know the mind of God. എത്രമാത്രം പ്രാർത്ഥിക്കണം? ദൈവത്തിന്റെ മനസ്സറിയുന്നത് വരെ പ്രാർത്ഥിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് pray without ceasing. മടുത്തു പോകാതെ പ്രാർത്ഥിക്കും. മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ സന്ധ്യയിൽ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുടെ എങ്കിലും ജീവിതത്തിൽ ഒരു സുപ്രധാന തീരുമാനം എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ കാണും. ചിലപ്പോൾ അത് നിങ്ങളുടെ ഒരു വീട് വാങ്ങുന്നതിനെ കുറിച്ചാകാം, ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തെ കുറിച്ചാകാം, കുഞ്ഞുങ്ങളുടെ പഠനത്തെ കുറിച്ചാകാം, നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ചാകാം, രോഗത്തെ കുറിച്ചാകാം, ട്രീറ്റ്മെന്റിനെ കുറിച്ചാകാം. എന്താണെങ്കിലും ശ്രദ്ധിക്കുക, we must pray and continue to pray until we are sure that we know the mind of God. ദൈവത്തിന്റെ ഹിതം അറിയുന്നത് വരെ പ്രാർത്ഥിക്കും. If not, we may get what we want, but it may not be God's best. If not, we may get what we want, but it may not be God's best. അങ്ങനെ അല്ലെങ്കിലും ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടിയെന്ന് വരാം, പക്ഷെ അത് എന്തായിരിക്കില്ല? ദൈവത്തിന്റെ ഏറ്റവും നല്ലത് ആയിരിക്കുകയില്ല. It may not be the best of God or God's best. ഒന്നാമത്തെ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കാം. എന്തുകൊണ്ടാണ് അബ്രാമും സാറായും ഈ ദുരിതത്തിൽ ചെന്ന് പെട്ടത്? 6 കാരണങ്ങൾ ഞാൻ പറഞ്ഞു. The second part, the reactions to this trouble. ഹാഗാറുമായി ഉണ്ടായ ഈ പ്രതിസന്ധിയോട് എങ്ങനെയാണ് ഇവർ പ്രതികരിച്ചത്? All 3 of the participants in this incident, who are they? Abram, Sarai, and Hagar. 3 of the participants in this incident reacted differently. But it is worthy to note that all 3 reacted badly. 3 പേരും വ്യത്യസ്തമായിട്ടാണ് പ്രതികരിച്ചത്. എന്നാൽ ഓർക്കുക, 3 പേരും മോശമായിട്ടാണ് പ്രതികരിച്ചത്. Abram reacted by being unaccountable. അബ്രഹാം എങ്ങനെയാണ് പ്രതികരിച്ചത്? By being unaccountable. കറക്റ്റ് മലയാള അർത്ഥം ഞാൻ ഒരുപാട് തെരഞ്ഞു. ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയ ഒരു നല്ല അർത്ഥം: കണക്ക് പറയേണ്ട ആവശ്യമില്ലാത്തവൻ. അൺഅക്കൗണ്ടബിൾ. കണക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അബ്രഹാം പറയുകയാണ്, ഈ തെറ്റിന് ഞാൻ കണക്ക് പറയേണ്ട കാര്യമൊന്നും. I am not accountable. He tried to pretend that there was no problem, and that if there was a problem, it was Sarai to deal with. അബ്രഹാം പറയാണ്, എനിക്കിതൊരു പ്രശ്നമായിട്ടൊന്നും തോന്നുന്നില്ല, പക്ഷേ ഇനി അഥവാ പ്രശ്നമാണെങ്കിൽ കൂടി ഇത് ആര് കൈകാര്യം ചെയ്യേണ്ടതാ? സാറായി കൈകാര്യം ചെയ്യേണ്ടതാ. കാര്യം അവള് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പണിക്ക്
പോയത്. So I am not accountable. He totally ignored his responsibility in the whole situation. ഈ അനുഭവത്തിലെ തന്റെ ഉത്തരവാദിത്തങ്ങളെ പൂർണ്ണമായും നിഷേധിക്കുന്ന അബ്രാമിനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എനിക്ക് കണക്ക് പറയേണ്ട ആവശ്യം, നീയാണ് എന്നെ പ്രേരിപ്പിച്ചത്. You only prompted me, so you are accountable. Many people try to deal with their problems by simply ignoring them. This will never work. പല ആളുകളും ഇന്ന് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ഇങ്ങനെയാണ്. By simply ignoring the reality, simply ignoring the trouble. But remember, this will never work. ഇതൊരിക്കലും പ്രാവർത്തികമാവുകയില്ല. Small problems grow into bigger ones in a short time. Therefore, whether it be a problem in the home, on the job, in the community, at school or office, or in the church, it must be confronted and dealt with, or it will get out of our hands. അതുകൊണ്ട് ഓർമ്മിക്കുക, കുടുംബത്തിലാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണെങ്കിലും സഹോദരങ്ങൾ തമ്മിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും പ്രോപ്പർട്ടിയുടെ കാര്യത്തിലാണെങ്കിലും പള്ളിയുടെ കാര്യത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് സോർട്ട് ഔട്ട് ചെയ്യണം എത്രയും വേഗം. ഇല്ലെങ്കിൽ ഈ ചെറുത് വലുതായി മാറും, നമ്മുടെ കയ്യിൽ നിൽക്കാതെ വരും. അബ്രാമിനോട് ചോദിച്ചാൽ അവൻ പറയും, ഇത് വളരെ ശരിയാണ്. അതുകൊണ്ട് എന്തെങ്കിലും സൗന്ദര്യ പിണക്കങ്ങളുള്ള ഭാര്യ ഭർത്താക്കന്മാർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ യോജിച്ചു പോകാൻ കഴിയാത്തില്ല എന്ന് തോന്നുന്നവർ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കണം. അതർവൈസ് ഇറ്റ് വിൽ ഗെറ്റ് ഔട്ട് ഓഫ് ഹാൻഡ്. അബ്രാമിന്റെ റെസ്പോൺസ്, ഐ ആം നോട്ട് അക്കൗണ്ടബിൾ. വീട്ടിൽ ചില തീരുമാനങ്ങൾ എടുത്തു കഴിയുമ്പോൾ ഭർത്താവ് ഭാര്യയോട് പറയും, നിന്റെ കുഴപ്പമാണ്, നീ പറഞ്ഞിട്ടാണ്, അതുകൊണ്ട് നീ സഹിച്ചോ. തിരിച്ചും പറയും, നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ, നിങ്ങൾ എടുത്തോ. പിള്ളേരോടും നമ്മൾ ഇങ്ങനെ പറയും. അബ്രാമിന്റെ ആറ്റിറ്റ്യൂഡ്. രണ്ട്, സാറായി റിയാക്റ്റഡ് ബൈ ബീങ് unreasonable. Sarai was miserable because of the pride and haughtiness of Hagar. So she tried to make everyone around her miserable too. ഇവിടെ പറ്റി എന്താ അറിയാമോ? ഹാഗാറിന് ഇപ്പോൾ സാറായിയെ പിടിക്കുന്നില്ല. അപ്പൊ സാറായിക്ക് ഹാഗാറിനെ ഒട്ടും പിടിക്കുന്നു. ചിലപ്പോ നമ്മൾ പറയത്തില്ലേ, ദേഷ്യം വരുമ്പോ, നിന്നെ എന്റെ കണ്ണിന് കണ്ടുപോകരുത് എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ഹാഗാർ സാറയ്ക്ക് അനിഷ്ടയായി. സാറ പറഞ്ഞു, ഇവളെ ഇവിടെ വെച്ചോണ്ടിരിക്കാനൊക്കെ. She tried to blame Abram for the problem. She tried to blame Hagar for the problem. She even dragged God into the problem.
അവൾ അബ്രഹാമിനെ ആദ്യം വലിച്ചോണ്ട് വന്നു ഈ പ്രശ്നത്തില്. അത് കഴിഞ്ഞ് ഹാഗാറിനെ വലിച്ചിട്ടു. പിന്നെ അവസാനം ദൈവത്തെയും വലിച്ചു. She fleshed out the proverb, if mama ain't happy, ain't nobody happy. അങ്ങനെ ഒരു proverb. വീട്ടിലെ അമ്മയ്ക്ക് സന്തോഷമില്ല, പിന്നെ ആർക്കും സന്തോഷം വേണ്ട. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് അപ്പന്മാരും അമ്മമാരും ഉണ്ട്, നമ്മുടെ ഇടയിലും ഉണ്ട്. എനിക്കില്ലയോ നിനക്കും വേണ്ട. There are many who approach the problems of life with a similar attitude. If they are unhappy, they want everyone else around them to be unhappy as well. എനിക്ക് സന്തോഷം ഇല്ലയോ നിങ്ങൾക്ക് ആർക്കും സന്തോഷം വേണ്ട. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടോ നമ്മുടെ ഇടയിൽ? അത് നല്ലതല്ല ആ റിയാക്ഷൻ എന്നാണ് സാറായി നമ്മളെ പഠിപ്പിക്കുന്നത്. This is not a Christ-like response to trouble and problems. ഇത് ക്രിസ്തുവിന്റെ മനോഭാവത്തിലുള്ള ഒരു പ്രതികരണം അല്ല. Next is Hagar's reaction. Hagar reacted by being unavailable. Hagar decided that the answer to her problem was flight. She just packed up and left to get away from the problem. ഹാഗാറിന്റെ റെസ്പോൺസ് എന്തുവാ? അവളുടെ പ്രതികരണം, ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. പെട്ടെന്നെല്ലാം പെറുക്കി കെട്ടി ഒരു ബാഗിനകത്താക്കി ഉടനെ ഇറങ്ങാനായിട്ട് പോവുകയാണ്. This is the most common response of all. ഒരു പ്രശ്നത്തോടുള്ള മനുഷ്യന്റെ പ്രതികരണങ്ങളിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഈ പറഞ്ഞതാണ്. When problems arise at church, don't seek a solution, seek a new church. എന്തെങ്കിലും ഒരു പ്രശ്നം പള്ളിയിൽ ഉണ്ടായാൽ അത് പരിഹരിക്കാനല്ല, ഉടനെ പള്ളി വിട്ടു പോകാനാണ് നോക്കുന്നത്. എന്തെങ്കിലും അച്ഛൻ ഇഷ്ടമില്ലാത്തോ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞ് സംസാരിച്ച് ക്ലാരിഫൈ ചെയ്യാനല്ല നോക്കുന്നത്. ഇനി അച്ഛൻ പോകുന്നിടം വരെ കുർബാന കൊള്ളുന്നു, നീ ഇങ്ങേര് പോയിട്ട് പള്ളി വരുന്നു. അങ്ങനെ കുറെ വർഷങ്ങളായിട്ടിരിക്കുന്നവരുണ്ട്. ഇവിടെ ഇല്ല, നമ്മുടെ ഒരു നല്ല അമ്പോറ്റി പള്ളിയാണ്, ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ചിലയിടത്തൊക്കെ ഉണ്ട്. When problems crop up in the marriage, don't work it out. Just find yourself a new mate or a new way. കുടുംബ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാനല്ല നോക്കുന്നത്, ഉടനെ പകരം ഒരാളെ സംഘടിപ്പിക്കാനാണ് നോക്കുന്നത്. എന്നാൽ ശ്രദ്ധിക്കുക, God sent Hagar back to the family. ദൈവം എന്താ ചെയ്തു? ഏടും കുടുക്കെ എടുത്തോണ്ട് പോയ ഹാഗാറിനോട് പറഞ്ഞു, നീ തിരിച്ച് വീട്ടിൽ പോ. God sent Hagar back to the family. Verse 9. He did this for several reasons, but among them is the fact that God intended to use this situation to help each of these three people to learn to face their problems God's way. ഈ പ്രശ്നത്തിൽ
മൂന്ന് വ്യത്യസ്ത രീതികളിൽ പ്രതികരിച്ചവരോട് ദൈവം എങ്ങനെയാ പ്രതികരിക്കുന്നത്? ദൈവത്തിന്റെ വഴിയിൽ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് അവരെ പഠിപ്പിക്കുകയാണ്. അതിന് ദൈവം വെച്ച ഫോർമുല എന്താണെന്നറിയാമോ? അബ്രഹാം had to face it. അബ്രഹാം ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കണം. No escapism. സാറായി had to deal with it. സാറായി ഈ പ്രശ്നത്തിൽ ഇടപെടണം. ഹാഗാർ had to live in it. ഹാഗാർ ഈ പ്രശ്നമുള്ളിടത്ത് ജീവിക്കാൻ പഠിക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ്, ഫോർമുലയാണ്. മനുഷ്യരായിരിക്കുന്നിടത്തോളം നമ്മുടെ ഇടയിൽ പ്രശ്നങ്ങൾ വരും. എന്നാൽ we have to face it. We have to deal with it. And we have to live in it. God's business is not to make us happy. He wants to make us holy. Forcing you and I to face our problems is one of the way of accomplishing God's will in our lives. So നമ്മുടെ റിയാക്ഷൻസ് എന്താ? പ്രശ്നങ്ങളോടുള്ള നമ്മുടെ പ്രതികരണം എന്താ? ഗൗരവമായി ചിന്തിക്കും. ഫൈനലി the results of the trouble. എന്താണ് ഹാഗാറുമായി ഉണ്ടായ പ്രശ്നത്തിന്റെ ആത്യന്തികമായ ഫലം? അൾട്ടിമേറ്റ് റിസൾട്ട്. Numbers, book of Numbers, chapter 32, verse 23 says, be sure your sin will find you out. നിങ്ങളുടെ പാപഫലം നിങ്ങൾ അനുഭവിക്കും. Your sin will find you out. മൂന്ന് റിസൾട്ടുകളാണ്, മൂന്ന് ഫലങ്ങളാണ് ഈ പ്രതിസന്ധിയിലൂടെ ഉണ്ടായത്. ഒന്ന്, a difficult son was born. ഒരു പ്രശ്നക്കാരനായ മകൻ ജനിച്ചു. A difficult son was born. Verses 11 and 12. Abraham and Sarai got what they wanted, but they missed God's best. അവർക്കൊരു മകനെ മതിയായിരുന്നു, മകനെ കിട്ടി, പക്ഷേ ദൈവത്തിന്റെ ബെസ്റ്റ് അല്ലായിരുന്നു. Ishmael is called a wild man. He would be difficult to handle and would be aggressive towards others. അവനെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇസ്മായേൽ കാട്ടു കഴുതയെ പോലെ ഉള്ളവനായിരുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. Wild donkey. It's very difficult to handle this son and very aggressive towards others. Ishmael became the father of all the Arabic people who to this very day are hostile toward the natural born son Isaac, who would become the father of the nation of Israel. ഇത് ചരിത്രമാണ്. ഇസ്രായേലിന്റെ പിതാവായി തീർന്ന ഇസഹാക്ക് അറബ് രാജ്യങ്ങളുടെയൊക്കെ പിതാവായി തീർന്ന ഇസ്മായിൽ. In fact, the current crisis in the Middle East
can be tracked back to Abraham's decision to make things happen by helping God fulfill his promise of a son. അബ്രാമും സാറായും കൂടെ ദൈവത്തെ സഹായിക്കാൻ പോയത് ഇൻവെർട്ടർ കോമ. അതിന്റെ റിസൾട്ട് ആണ് മധ്യപൂർവ്വ ഏഷ്യയിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന രക്തച്ചൊരിച്ചിൽ. A difficult son was born. Second result. A dysfunctional family was burdened. As Ishmael grew, the tension surrounding him grew as well. ഇസ്മായേൽ വളരുന്നതനുസരിച്ച് ചുറ്റുപാടും പ്രശ്നങ്ങളും വളരാനായിട്ട് തുടങ്ങി. In other words, the sin of Abraham and Sarai, even after many years, still brought heartache and trouble into the home. വളരെ അപകടകാരിയായ ഒരു മകൻ ജനിച്ചു. കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടു. അതാണ് കാണുന്നത്. എന്നാൽ our sins, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങൾ, no matter how small and significant we may think them to be, always affect you and me and those around us. നമ്മുടെ പാപങ്ങൾ വലുതായാലും ചെറുതായാലും അത് നമ്മളെ മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുമുള്ളവരെയും ബാധിക്കും എന്നുള്ളത് നാം എല്ലായ്പ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. They poison your spirit, they sabotage your family, and they hinder your walk with God. നമ്മുടെ ആത്മാവിനെ വിഷലിപ്തമാക്കും, നമ്മുടെ കുടുംബത്തെ തകരാറിലാക്കും, നമ്മുടെ ദൈവത്തോട് ചേർന്നുള്ള നടപ്പിനെ അത് തടസ്സപ്പെടുത്തും. Whether it is small or big. എന്നാൽ മറ്റൊരു റിസൾട്ട് കൂടെ ഉണ്ട്. A divine plan was bolstered. ബോൾസ്റ്റേഡ് എന്ന വാക്കിന്റെ ഒരു നല്ല മലയാള അർത്ഥം കണ്ടത് നാശത്തിൽ നിന്ന് രക്ഷിക്കുക എന്നാണ്. Even though this sin was accomplished by the will of men, it was going to be used for the glory of God. മനുഷ്യന്റെ പിഴവ് കൊണ്ടാണ് ഇത് സംഭവിച്ചതെങ്കിലും ദൈവം അതിനെ നന്മയ്ക്കാക്കി തീർക്കാൻ പോവുകയാണ്. Those involved could not see how things would play in our day. Yet, much of the trouble the world is dealing with today, especially in the Arab world, is a direct result of Abraham's sin with Hagar. എല്ലാ അർത്ഥത്തിലും ശരിയാണോ എന്ന് ക്ലെയിം ചെയ്യുന്നില്ലെങ്കിലും ഇന്ന് ആ ദേശത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങളുടെ മുഖ്യ കാരണം അബ്രാം ഹാഗാറിനെ തേടി പോയതാണ്. You see, nothing, even our sins, catches God by surprise. നമ്മുടെ പാപങ്ങൾ പോലും ദൈവത്തെ അത്ഭുതപ്പെടുത്തുന്നില്ല. Why? എന്തുകൊണ്ടാണ്? He can take the worst of our failures and use them for his glory. നമ്മുടെ പാപം നിറഞ്ഞ ജീവിതത്തെ പോലും അവന് രൂപാന്തരപ്പെടുത്തി അവന്റെ നാമത്തിന്റെ മഹത്വമുള്ളതാക്കാൻ സാധിക്കും. But remember, that is not an excuse for evil. എന്നാൽ അതൊരിക്കലും
തെറ്റ് ചെയ്യാനും തിന്മ ചെയ്യാനുമുള്ള ഒരു എക്സ്ക്യൂസായി കാണരുത്. But a reason to get up and go on after the fall. വീഴുന്നതിൽ തെറ്റില്ല, എന്നാൽ വീണടത്ത് കിടക്കരുത്, എഴുന്നേറ്റ് മടങ്ങിപ്പോകണം. Therefore, when sin is committed in your life and my life, do not run from it, rather run to the Lord. എന്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും പാപം സംഭവിച്ചാൽ പാപത്തിൽ കിടക്കരുത്. Run from it. Then run to the Lord. ദൈവത്തിലേക്ക് ഓടി ചെല്ല. Do not run to the sin, run to sin, but run to the Lord and find cleansing and forgiveness He offers through grace. നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും അബ്രഹാമിന്റെ ഫെയിലുവറിനെ കുറിച്ച് നമ്മൾ 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, സാറയുടെ ഫെയിലുവറിനെ കുറിച്ച് പറയുക. എന്നാൽ ഓർക്കുക, this Abraham is known as the father of the faithful. ഈ അബ്രഹാമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വിശ്വാസികളുടെ പിതാവ്. Therefore, when sin is committed in your life, do not run from it, rather run to the Lord. ദൈവത്തിലേക്ക് ഓടണം. ഞാൻ നിർത്തുകയാണ്. 3 ഭാഗങ്ങളായി വിശദമായി പറഞ്ഞല്ലോ. Then what is the conclusion? The tragic truth is there are some sins that cannot be undone in this world. Some sins will have lasting consequences. So before you jump the gun, stand back, take some time, read God's word and think and pray. ചില പാപങ്ങൾ നമുക്ക് ഒരിക്കലും പരിഹരിക്കാനൊക്കെ. അതുകൊണ്ട് എന്താ ഇവിടെ പറയുന്നത്? Before you jump the gun, stand back. വെടി പൊട്ടിക്കുന്നതിന് മുമ്പേ, കുഴപ്പം കാണിക്കുന്നതിന് മുമ്പ്, ചാടുന്നതിന് മുമ്പ് 1 നിമിഷം പുറകോട്ട് വലിയുക. Take some time. Read God's word. Think and pray. ദൈവവചനം വായിക്കുക. Give a pause. ചിന്തിക്കുക, പ്രാർത്ഥിക്കുക. Be patient. Be biblical. Be prudent and prayerful. ക്ഷമയുള്ളവരാവുക, വേദപുസ്തകം അനുസരിക്കുന്നവരാവുക, പ്രാർത്ഥനയുള്ളവരാവുക. Put God first in your life. ദൈവത്തെ ഒന്നാമനായി പ്രതിഷ്ഠിക്കുക. If God shut the door and you climbed in the window, confess your sin and seek God's best from now on. ദൈവം ഏതെങ്കിലും വാതില് നമുക്കെതിരെ അടച്ചപ്പോൾ ജനലിൽ കൂടെ ചാടിക്കയറാൻ ശ്രമിച്ച് പാപം ചെയ്തെങ്കിൽ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിക്കുക. And seek God's best from now on. ഇപ്പോൾ മുതൽ ദൈവത്തിന്റെ ഏറ്റവും നല്ലത് ആഗ്രഹിക്കുക. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്
നമ്മെ ഈ പഠനം മൂലം സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കും. കാരുണ്യവാനായ കർത്താവേ, കൃപയുള്ള ദൈവമേ, ഒരുമിച്ച് തന്ന നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. അബ്രഹാമിന്റെയും സാറയുടെയും ജീവിതത്തിൽ ഒരു തെറ്റായ തീരുമാനം വരുത്തിവെച്ച വിനകളെ കുറിച്ച് ചിന്തിപ്പാൻ ഞങ്ങൾക്കിടയായി. ദൈവമേ, പലപ്പോഴും ഞങ്ങളുടെ തീരുമാനങ്ങളും തെറ്റിപ്പോകുന്നവയാണ്. ഞങ്ങളുടെ പല തീരുമാനങ്ങളും വേണ്ടവണ്ണം ആലോചിക്കാതെയും എടുത്തുചാട്ടത്തോടു കൂടിയതുമാണ്. കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾക്ക് വേണ്ടിയുള്ള വാതിൽ അവിടുന്ന് തുറക്കാൻ താമസിക്കുമ്പോൾ ജനലിൽ കൂടി കയറി ഉള്ളിൽ വരുവാനായി ഞങ്ങൾ ശ്രമിക്കുന്ന കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണം. എപ്പോഴും നിന്റെ നല്ലതിനു വേണ്ടി കാത്തിരിപ്പാൻ ഞങ്ങളെ ക്ഷമയുള്ളവരാക്കണം. യേശുവിൻ മൂലം പ്രാർത്ഥിക്കുന്നു. ദയോടെ കേൾക്കുമാറാകണമേ. കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നിങ്ങളെല്ലാവരോടും നിങ്ങളുടെ കുടുംബങ്ങളോടും നമ്മുടെ ഈ കൂട്ടായ്മയോടും ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. Thank you very much.